ഇടുക്കിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ്. യുവതിയെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയിലാണ് വണ്ടൻമേട് പോലീസ് കേസെടുത്തത്. പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെയാണ് പരാതി. ബിജുവിനെ തലസ്ഥാനത്ത് നിന്നും നീക്കിയതായി CPM ജില്ലാ നേതൃത്വം അറിയിച്ചു. വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, പലതവണ ഇങ്ങനെ വാഹനത്തിൽ പിന്തുടർന്ന് ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ബിജു ശല്യം ചെയ്തതായി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. സഹികെട്ട് ഒടുവിൽ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് പ്രത്യേകിച്ചും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുന്നത്, അതോ ഈ യുവതിക്ക് നീതി കിട്ടുമോ? ടോം, യുവതിയുടെ പരാതിയിൽ എന്തായാലും വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും നാളുകളായി പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ബിജു ബാബു തന്നെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്നതായാണ് യുവതി പരാതിപ്പെട്ടിരിക്കുന്നത്. വാഹനത്തിൽ പിന്തുടർന്നും അല്ലാതെയുമൊക്കെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്നു. ഇവർ ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിന് സമീപത്തെത്തിപ്പോലും പലതവണ ഇയാൾ ശല്യം ചെയ്തതായാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോകുമെന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായെന്നും പരാതി സൂചിപ്പിക്കുന്നു. ഇവരുടെ ഈ യുവതിയുടെ വിവാഹം അടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ചും ഇത് തുടർന്ന് ഇവരുടെ സഹോദരങ്ങളെ അടക്കമുള്ളവരെ വിളിച്ചും ഭീഷണിപ്പെടുത്തുന്നതായാണ് യുവതി പരാതി സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർച്ചയായി മാസങ്ങളായി ഇയാൾ ഇത്തരത്തിൽ സ്ഥിരമായി ശല്യപ്പെടുന്ന രീതിയാണ് സ്വീകരിക്കുന്നതെന്നാണ് യുവതി പരാതി സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ യുവതി നിലവിൽ വണ്ടൻമേട് പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പരാതിയുടെ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ CPM ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചിരിക്കുന്നു. തലസ്ഥാനത്ത് നിന്ന് അയാളെ നീക്കം ചെയ്തതായി CPM ജില്ലാ സെക്രട്ടറി CE വർഗീസ് അറിയിച്ചിട്ടുണ്ട്. കേട്ടോ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലുള്ള പക, വൈരാഗ്യം, ഇതാണോ ഇങ്ങനെയുള്ള ഈ പുറകെ നടന്ന് പിന്തുടർന്ന് ഈ യുവതിയെ ശല്യം ചെയ്തതിനുള്ള കാരണം? യുവതിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ടോം, യുവതിയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെ തുടർച്ചയായി ഇയാൾ ശല്യപ്പെടുത്തുകയും ലൈംഗിക ചുവയുള്ള അടയാളങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് എത്തുന്നതിന് കാരണം പ്രണയാഭ്യർത്ഥന യുവതി നിരസിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ പറയപ്പെടുന്നത്. ഒപ്പം ഇയാൾ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുമെന്നുള്ള തരത്തിലുള്ള വാഹനം ഇടിച്ചൊക്കെ അപായപ്പെടുത്തുമെന്നുള്ള തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ യുവതിയും അച്ഛനും നടന്നുകൊണ്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒപ്പം യുവതിയുടെ സഹോദരനെ ഫോണിൽ മെസ്സേജ് അയച്ചുമൊക്കെയായി ഇവരെ അപായപ്പെടുത്തുമെന്നും തട്ടിക്കൊണ്ടു പോകുമെന്നും തരത്തിലുള്ള ഭീഷണിയും മുഴക്കിയിട്ടുണ്ടെന്നും ഒക്കെ പരാതി സൂചിപ്പിക്കുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ശല്യം ചെയ്യുന്നത് മാത്രമല്ല, ആക്രമണം നടത്തുമെന്നും തട്ടിക്കൊണ്ടു പോകുന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഈ പരാതി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വണ്ടൻമേട് പോലീസ് ഈ പരാതി സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. യുവതിയെ പലതവണയായി മാസങ്ങളോളമായി ഇത്തരത്തിൽ ശല്യപ്പെടുത്തുന്നതായാണ് പരാതി സൂചിപ്പിക്കുന്നത്. അപ്പം ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും സ്ഥിരമായി ഇയാൾ എത്തുകയും ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഇയാൾ അവിടെ എത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം യുവതിയോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ, സ്ത്രീകളൊക്കെ പോകുന്ന സമയത്ത് പോലും ശല്യപ്പെടുത്തുകയും ഒപ്പം ലൈംഗിക ചുവയുള്ള അടയാളങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം വീട്ടുകാരെ അടക്കം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. അച്ഛനൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ ശല്യപ്പെടുത്തൽ ഉണ്ടാവുകയും വാഹനം മുമ്പോട്ട് കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഒപ്പം സഹോദരനോടും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ യുവതിയുടെ വിവാഹം നടക്കാനിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് പലതവണ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നത്. ഇത് സംബന്ധിച്ച് തന്നെ ഈ വീട്ടുകാർ ഇയാളെ കാണുകയും. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലാണ് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് യുവതിയെ CPM ബ്രാഞ്ച് സെക്രട്ടറി പിന്തുടർന്ന് ശല്യം ചെയ്തത്, ആക്രമിക്കുകയും ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംഭവത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.